ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റോസ് ചെടികളുടെ കെയറിങ്ങിനെ കുറിച്ചുള്ളതാണ്. അതായത് റിപ്പോർട്ട് ചെയ്ത റോസ് ചെടികൾക്ക് എന്തൊക്കെ കെയറിങ് കൊടുക്കണം, അതുപോലെ അതിനെപ്പോഴാണ് ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റോസ് ചെടികൾ നട്ടുവെക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടി മിക്സ് തന്നെയാണ്. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിലായിരിക്കണം റോസ് ചെടികൾ നട്ടുവെക്കേണ്ടത്. റോസ് ചെടികളുടെ പോട്ടി മിക്സിനെ കുറിച്ചുള്ള വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. റീപോർട്ട് ചെയ്ത ചെടികളെ നല്ല വെളിച്ചവും ഷെയ്ഡുമുള്ള സ്ഥലത്ത് വേണം കൊണ്ടുവെക്കാൻ. നമ്മൾ റീപോർട്ട് ചെയ്ത റോസാ ചെടികൾ ഒരാഴ്ച ആവുമ്പോഴേക്കും അതിൽ ഇതുപോലെ ചെറിയ മുകുളങ്ങളൊക്കെ വരാൻ തുടങ്ങും. എല്ലാ ചെടികൾക്കും ഒരുപോലുള്ള ഗ്രോത്ത് ആയിരിക്കില്ല. ചില ചെടികൾക്ക് 10 ദിവസമൊക്കെ കഴിഞ്ഞാലേ ഇതുപോലെ മുകുളങ്ങളൊക്കെ വരികയുള്ളൂ. ഇങ്ങനെ മുകുളങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചെടിയെ എടുത്തിട്ട് രാവിലത്തെ വെയിൽ മാത്രം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ഇനി അത് ഉച്ച സമയത്തെ വെയിൽ തട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഒരു 10 മണി വരെയുള്ള വെയിൽ കൊള്ളിച്ചതിന് ശേഷം ചെടിയെ എടുത്ത് വീണ്ടും ഷെയ്ഡിലേക്ക് തന്നെ മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഷെയ്ഡിൽ വെച്ചിട്ടുള്ള ഒരു ചെടി ആയതുകൊണ്ട് തന്നെ അതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ പോട്ടി മിക്സിൽ ഫംഗിസൈഡ് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചെടി നട്ടതിന് ശേഷം ആദ്യമായിട്ട് ആ ചെടിക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ അല്പം ഫംഗിസൈഡ് കൂടി കലക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുകൂടാതെ റീപോർട്ട് ചെയ്ത് ഷെയ്ഡിൽ വെച്ചിട്ടുള്ള ചെടികൾക്ക് ഇടയ്ക്ക് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ 10 ദിവസമൊക്കെ ഷെയ്ഡിൽ വെക്കുന്ന ഒരു ചെടിയാണെങ്കിൽ 5-ാമത്തെ ദിവസം ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും 10-ാമത്തെ ദിവസം ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതായത് വാട്ടറിംഗ് ആണ്. പലരുടെയും ചെടികൾ നശിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം ഓവർ വാട്ടറിംഗ് ആണ്. റീപോർട്ട് ചെയ്ത ചെടികൾക്ക് ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനേ പാടില്ല. നട്ടുവെക്കുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സ് നല്ല രീതിയിൽ തന്നെ നനയുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഷെയ്ഡിലാണല്ലോ ആ ചെടികൾ വെക്കുന്നത്, അപ്പോൾ അതിൽ തന്നെ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ഈർപ്പം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അതിന് ശേഷം പിന്നെ അതിലോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ആ ചെടിയെ നമ്മൾ കൊണ്ടുവെക്കുന്നത് ഷെയ്ഡിലാണ്, അതുകൊണ്ട് അതിലെ മണ്ണ് ഡ്രൈ ആവാതെ എപ്പോഴും ഈർപ്പത്തോടു കൂടി തന്നെ ഇരിക്കുന്ന. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിലാണ് ചെടിയിൽ പുതിയ മുകുളങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നത് എന്ന്. ഈ ഒരു ടൈമിലാണ് നമ്മൾ പുതിയ പോട്ടി മിക്സിലാണല്ലോ ചെടി നട്ട് വെച്ചത്. ആ പോട്ടി മിക്സിലേക്ക് ചെടിയുടെ റൂട്ടൊക്കെ വളർന്ന് അതിലുള്ള വളങ്ങളൊക്കെ വലിച്ചെടുത്ത് ആ ചെടി വളർന്ന് തുടങ്ങുന്ന ഒരു ടൈമാണ് ഈ ഒരാഴ്ച. ഈ സമയത്ത് ഇതിലോട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് വളർന്നു വരുന്ന റൂട്ടെല്ലാം പിന്നെ ചീഞ്ഞു ചെടി നശിച്ചു പോകും. അപ്പോൾ റീപോർട്ട് ചെയ്ത് വെച്ച ചെടികൾക്ക് ഓവർ വെള്ളം പാടില്ല, അതുപോലെ തന്നെ ഓവർ ഫെർട്ടിലൈസറും പാടില്ല. 1 മാസം വരെ ആ ചെടികൾക്ക് വളരാനുള്ള പോട്ടി മിക്സ് നമ്മൾ ആ ചെടി നട്ടു കൊടുക്കുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോട്ടി മിക്സിലുള്ള വളങ്ങൾ മാത്രം മതിയാവും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു മാസം മുമ്പ് റീപോർട്ട് ചെയ്ത പ്ലാന്റ് ആണ്. ഇതിന് വേറെ വളങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പോട്ടി മിക്സിലുള്ള വളങ്ങൾ മാത്രമേ ഈ ഒരു ചെടിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം വളങ്ങൾ കൊടുക്കേണ്ടത്. വളങ്ങളൊക്കെ കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ പ്ലാന്റിൽ പുതിയ മൊട്ടുകൾ വരാൻ തുടങ്ങും. അങ്ങനെ പുതിയ മൊട്ടുകളും പൂവുകളും ഒക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളായിട്ട് തന്നെ മാറും.
അതുപോലെ തന്നെ ഞാൻ എൻ്റെ റോസാ ചെടികൾക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.